ഞാനും മകളുടെ ഭർത്താവും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി പോയിട്ടുണ്ട്. ആദ്യമായി ഞാനിങ്ങനെ കിച്ചണിൽ ഇരിക്കുമ്പോൾ അവൻ വന്നിരിക്കും, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോഴൊക്കെ ഒരു ഹസ്ബൻഡിന്റെ ഒരു സ്നേഹം പോലത്തെ ഒരു സാധനം അവൻ എന്നോട് കാണിക്കുമ്പോൾ എനിക്കും അതിന് നോ പറയാൻ പറ്റിയില്ല. അതെന്റെ മിസ്റ്റേക്കാണ്. ആദ്യത്തിലൊക്കെ ഞാൻ കിച്ചണിൽ ഇരിക്കുന്ന സമയത്ത് അവൻ അടുത്ത് വന്നിരിക്കും. വാർത്ത പലതരം അവിഹിതങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം കുറച്ച് നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സാധനമാണ്. അതിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ്, കുറേ കമൻറ്റുകൾ ആണ് ഇപ്പോൾ വീണ്ടും ഈ വാർത്ത എന്നെ കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കാരണമായതെന്നുള്ളത്. അതായത് ഒരു ഈ സെക്ഷൽ ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു സാധനം, അതായത് ഒന്നുമില്ല, അവിഹിതങ്ങളിൽ ഏറ്റവും പ്രധാനം എന്താണ്? കട്ട് തിന്നുക എന്നുള്ളതാണ്. വല്ലവൻ്റെ സാധനം കട്ട് തിന്നാൻ ഉണ്ടാകുന്ന ഒരു സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും കട്ട് തിന്നുമ്പോൾ കിട്ടുന്നൊരു സുഖം, അതാണ് ഈ അവിഹിതങ്ങളിലൊക്കെ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഈ പലതരം അവിഹിതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭാര്യയെ ചതിച്ച് ഭർത്താവ് പോകുന്നത്, ഭർത്താവിനെ ചതിച്ച് ഭാര്യ പോകുന്നത്, കാമുകനെ ചതിച്ച് കാമുകി പോകുന്നത്, കാമുകിയെ ചതിച്ച് കാമുകൻ പോകുക, പലതരത്തിലുള്ള അവിഹിതങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അമ്മായിയമ്മയും മരുമകനും തമ്മിലുള്ള അവിഹിതങ്ങൾ വളരെ റെയറായിട്ട് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. സൈക്കോളജി ഡയറീസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, രാമന എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, അവരുടെ മുന്നിൽ വന്ന ഒരു സ്ത്രീ അവരുടെ വേദന, അതായത് അവരുടെ വേദനയ്ക്കപ്പുറം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് അവർ പറയുകയാണ്. ഇത്തരം ഒരു ആളുകളുടെ ഇത്തരം ഒരു ഈ ഫാൻറ്റസി സെക്ഷൽ, അതിനെക്കുറിച്ചൊക്കെ പാർത്ഥൻ കേട്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും കേട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ നിരന്തരമായി പത്രത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല സൈക്കോളജിക്കലി അല്ലെങ്കിൽ സൈക്കോളജിപരമായിട്ട് പഠിച്ചതുകൊണ്ടും അത്തരം കാര്യങ്ങൾ കൗൺസിലിങ്ങിലൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഗവൺമെൻറ്റുകളൊക്കെ സംഘടിപ്പിക്കുന്ന പല പരിപാടികളിലും, യുവജന കമ്മീഷൻ്റെയൊക്കെ പരിപാടികളിലുമൊക്കെ നമ്മൾ നിരന്തരമായി ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ട്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ സെക്സ് എന്ന വാക്ക് ആളുകൾക്ക് ഇപ്പോഴും എന്തോ അപകടമാണ് എന്നുള്ള രീതിയിലാണ് ആളുകൾ സംസാരിക്കുന്നത്. അല്ല, സെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കമ്പിക്കഥകൾ എന്നുള്ള രീതിയിലാണ് ആളുകൾ നിൽക്കുന്നത്. അവിടെ നിന്ന് പുറത്തു വരാത്തവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ്. അവർ അതെന്തും പറയട്ടെ, നമ്മളതിൽ മൈൻഡ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. യഥാർത്ഥ സെക്സ് എഡ്യൂക്കേഷൻ നൽകാത്തതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഇത്തരം ഈ കമൻ്റ് ഇടുന്ന ചില കമ്പിക്കഥകൾ, അത്തരം കമൻ്റ് ഇടുന്നവർ ഇപ്പോഴും സെക്സ് എന്ന് പറയുന്നത് ഒരാണും പെണ്ണും ഒരു റൂമിൽ കിടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ സെക്സ്, അതിനപ്പുറം ഇതൊന്നുമില്ല, ഇത് പരസ്യമായിരുന്നു പറയുന്നത് തന്നെ മോശപ്പെട്ട എന്തോ കാര്യമാണ് എന്നൊക്കെയാണ് ഈ പറയുന്നവനൊക്കെ. ഒരു രാത്രി ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അങ്ങനെ അല്ലാത്ത ആണുങ്ങളുമുണ്ട്. ഒരു പെണ്ണിനെ രാത്രി കണ്ടാൽ അത് എനിക്ക് ഉപയോഗിക്കേണ്ട സാധനമല്ല, അവളെ സുരക്ഷിതമായി എവിടെയാണോ കൊണ്ടെത്തിക്കേണ്ടത് അതാണ് എൻ്റെ അവകാശമെന്ന് ചിന്തിക്കുന്ന ആണുങ്ങളുമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഒരു സ്ത്രീ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, അതിനുശേഷം മകൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. മകളാണ് അവരുടെ ജീവിതത്തിലെ എല്ലാം. ഈ മകൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ ഈ മകളെ വളർത്തിയതുമൊക്കെ. അതിനുശേഷം മകളെ ഒരു ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന, അയാൾ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരാളാണ്, അത്യാവശ്യം സാമ്പത്തികമുണ്ട്, നല്ല ജോലിയുണ്ട്, ഒക്കെ ഉള്ള ഒരാളാണ് മകളെ കല്യാണം കഴിച്ചത്. മകളെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ ആദ്യം ഈ അമ്മായിയമ്മയോട് ഈ മരുമകന് ഒരു വല്ലാത്ത സ്നേഹം, അത് ഉമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം തന്നിലൂടെ കിട്ടുന്നത് കൊണ്ടായിരിക്കാം മരുമകന് ഇത്ര സ്നേഹം തന്നോട് തോന്നാനുള്ള കാരണം എന്നാണ് ഈ സ്ത്രീ വിചാരിച്ചത്. അപ്പോൾ അവരും അതിനെ പ്രോത്സാഹിപ്പിച്ചു. അവരും സ്വന്തം മകനെ പോലെ കണ്ടു. അവർ കുക്ക് ചെയ്യും, അടുക്കളയിൽ വന്നിരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോഴൊക്കെ അവരുടെ മനസ്സിൽ ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചതുകൊണ്ട് ഒരു പുരുഷൻ വന്നിരുന്ന് സംസാരിക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിൽ എപ്പോഴൊക്കെയോ ചില
കാര്യങ്ങൾ തൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു എങ്കിൽ തന്നെ ഈ സാഹചര്യത്തിൽ തന്നോടൊപ്പം ഉണ്ടാകുമായിരുന്നില്ലേ എന്നൊക്കെയുള്ളൊരു വല്ലാത്തൊരു തിരിച്ചറിവ് അവരുടെ മനസ്സിലുണ്ടാകുന്നു. പക്ഷേങ്കിൽ അവരത് പുറത്ത് കാണിക്കുന്നില്ല. പിന്നീട് പല അവസരങ്ങളിലും ഈ മകളെ, അതായത് ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ അമ്മായിയമ്മയാണ്. സ്ത്രീ ഭാര്യ അത് വലിയ കാര്യമാക്കിയില്ല. അമ്മയല്ലേ, എനിക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മയാണ്, അപ്പം എൻ്റെ ഭർത്താവിനെയും സ്വന്തം മകനെ പോലെ അമ്മ കാണുമോ എന്നുള്ളതായിരുന്നു ഈ മകൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും, ഫുഡ് കൊടുക്കുമ്പോഴാണെങ്കിലും, ഓഫീസിൽ പോകുന്ന ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നതിനാണെങ്കിലും, എല്ലാ കാര്യങ്ങളിലും, ഈവൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ചായ ചോദിക്കുന്നത് വരെ ഈ അമ്മായി അമ്മയോടാണ് എന്നുള്ളതാണ്. പിന്നീട് ഈ ബന്ധം വേറെ രീതിയിലേക്ക് പോയി എന്നുള്ളതാണ്. അതിന് അവരും ഈ സൈക്കോളജിസ്റ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങളതിൽ എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവർ അങ്ങനെയൊന്നും നടന്നിട്ടില്ല, അത്തരത്തിൽ എൻജോയ്മെൻറ്റ് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പൊട്ടിക്കറിഞ്ഞു. പക്ഷേ 3-4 കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ തന്നെ അത് സമ്മതിച്ചു, ഞാനും എവിടെയൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷം ഈ മകൾ, ഇവർ തമ്മിലുള്ള ഈ ചാറ്റ് ഒരു തവണ അമ്മയുടെ ഫോൺ എടുക്കുമ്പോൾ മകൾ ഈ ചാറ്റ് കാണുന്നു. ചാറ്റ് എന്താണെന്ന് നോക്കുമ്പോൾ, നിൻ്റെ മകളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്നാണ് ആ ചാറ്റിലുള്ളത്. അപ്പോൾ മകൾ എന്താണെന്ന് അറിയാതെ മേളിലോട്ടൊക്കെ ചാറ്റ് നോക്കി പോകുമ്പോൾ പല രീതിയിലുള്ള ചാറ്റുകൾ കാണുന്നു. പക്ഷെ അപ്പോൾ ഈ മകൾ അറിയുന്നില്ല അമ്മയും തൻ്റെ ഹസ്ബൻഡും തമ്മിൽ ഒരു സെക്ഷൽ റിലേഷൻ ഉണ്ട് എന്ന് ഈ പെൺകുട്ടി അറിയുന്നില്ല. പിന്നീട് ഈ പെൺകുട്ടി ഡിപ്രഷനിലേക്ക് പോകുന്നു, മാനസികമായി വളരെ തകർന്നു പോകുന്നു, പല സൈക്കാട്രിസ്റ്റുകളെ കാണിക്കുന്നു, ഗുളികകൾ കഴിക്കുന്നു. അതിനുശേഷമാണ് ഈ ആമിന എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരുന്നത്. വരുമ്പോഴൊക്കെ പെൺകുട്ടി സംസാരിച്ച് തുടങ്ങുമ്പോഴൊക്കെ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അപ്പോഴും അവൾ പറയുന്നത് തനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച അമ്മയാണ്, ഒരിക്കലും അമ്മയ്ക്ക് എന്നോട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പോഴും വിശ്വസിക്കുന്നത്, അമ്മയെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മകളെയാണ് ഇവിടെ കഴിഞ്ഞതെന്നാണ് ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത്. മാത്രമല്ല അതായത് ഈ പറയുന്ന മരുമകൻ ഒരുപക്ഷെ ഈ സ്ത്രീയെ കല്യാണം കഴിച്ചുവെങ്കിൽ ഇയാൾക്ക് ഇത് അവിടെ അങ്ങ് തീർന്നാണ്. കാരണം കട്ട് തിന്നുന്ന ഭാര്യ അറിയാതെ ഭാര്യയുടെ അമ്മയുമായുള്ളൊരു സെക്ഷൽ റിലേഷൻ, അത് രണ്ടുപേരും എൻജോയ് ചെയ്തു. അവർക്ക് വേണമെങ്കിൽ തുടക്കത്തിലേ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നിർത്തേണ്ടിടത്ത് വേണമെങ്കിൽ നിർത്താമായിരുന്നു. അവരും ആ അവസരം മുതലെടുത്ത് എൻജോയ്. ഇവിടെ രണ്ടുപേരും തെറ്റുകാരാണ് അല്ലേ? ആ സ്ത്രീയെ മാത്രം നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അല്ല, ഇതിനെക്കുറിച്ച് എന്താണ് ഇത് യഥാർത്ഥത്തിൽ ഈ അവിഹിതം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? വിഹിതമല്ലാത്തത്, തനിക്ക് വിധിക്കാത്തത്, തൻ്റെ വിഹിതമല്ലാത്തത് എന്നൊക്കെയാണല്ലോ അവിഹിതത്തിൻ്റെ അർത്ഥം. എന്താണ് ഇത് കൃത്യമായി നമ്മൾ സൈക്കോളജിക്കലി ഇതിൻ്റെ ഒരു വശം പറയുകയാണെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചതിന് ശേഷം അവർ തമ്മിലുള്ളൊരു ഇൻറ്റിമസി ഉണ്ട്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു ഇൻറ്റിമസി, അവർ പരസ്പരം പങ്കിടുന്ന കാര്യങ്ങൾ, അവർ ഒരാളുടെ പ്രശ്നത്തിൽ മറ്റൊരാൾ താങ്ങാവുകയും മറ്റൊരാളുടെ പ്രശ്നത്തിൽ അടുത്ത പാർട്ട്ണർ, അതായത് ഒരു പാർട്ട്ണറുടെ പ്രശ്നത്തിൽ മറ്റൊരാളുടെ പ്രശ്നത്തിൽ മറ്റൊരാളും പങ്കാളികളാവുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഒരു ദാമ്പത്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ദാമ്പത്യങ്ങളിൽ എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് കേവലം വിവാഹം കഴിഞ്ഞ് ആദ്യരാത്രി കഴിഞ്ഞ് ഒരു എന്താണ് സെക്ഷലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം പതുക്കെ അകലുന്നതും ഇവർ തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇവരിൽ നിന്ന് കിട്ടാത്തതെന്തോ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമ്പോഴാണ് ആളുകൾ ആ ഭാഗത്തേക്ക് എന്താണ് പോകുന്നത് എന്നാണ് കണ്ടുവരുന്നത്. അതിപ്പോൾ പല ഇത്തരം കാര്യങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് എന്ന് പറയുന്ന ഒരു അഫെയറുകളെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, പലരും പറയുന്ന കാര്യം, എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്തൊരു സ്നേഹം എനിക്ക് മറ്റൊരാളുടെ അടുത്ത് നിന്ന് കിട്ടി, എൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എനിക്ക് മറ്റൊരാളിൽ നിന്ന് കിട്ടി, ഇതാണ് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു വിചിത്രമായ മനസ്സാണ്. മറ്റുള്ള ജീവികളെ പോലെയല്ല മനുഷ്യന് കുറച്ച് കഴിഞ്ഞാൽ എല്ലാം മടുക്കും. അതാണ് മനുഷ്യൻ്റെ ഒരു ചിന്താഗതി. എല്ലാ മനുഷ്യരെയും അല്ല പറയുന്നത്, ഭൂരിഭാഗം മനുഷ്യരുടെയും ഒരവസ്ഥ എന്ന് പറയുന്നത്, ഒരു സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വസ്തു കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുള്ള പ്രിയം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് ഭൂരിഭാഗം മനുഷ്യർക്കും അതൊരു കാലം കഴിയുമ്പോൾ മനക്കും. ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഫോണിനോടുള്ള ഇഷ്ടം പോകുന്നത് പോലെ തന്നെയാണ് ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും എത്ര കാലം അവരോട് ഇഷ്ടമൊക്കെ ഉണ്ടാവും. മനുഷ്യനാണല്ലോ, ഫോണിൻ്റെ കാര്യവും മനുഷ്യനെയും വെച്ച് ഉപമിച്ചതല്ല. പക്ഷേ ഓരോ ആളുകൾക്കും ഒരു മടുപ്പുണ്ടാകും. സ്ത്രീകൾക്ക് അത് പൊതുവെ
കുറവാണ്, പക്ഷെ പുരുഷന്മാർക്ക് അത് കൂടുതലുമാണ്. പക്ഷെ സ്ത്രീകൾക്ക് ഈ കിട്ടേണ്ട ഈ പറയുന്ന കെയറിങ്, അതുപോലെ സ്നേഹം, അവരോടുള്ള വിശ്വാസം, ഇതൊക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഈ പോളിഗാമി പിന്നെ മോണോഗാമി എന്ന് പറയുന്ന 2 വിഭാഗങ്ങളുണ്ട്. മോണോഗാമി എന്ന് പറയുമ്പോൾ ഒരു ഇണയെ മാത്രം തിരഞ്ഞെടുക്കുന്ന ജീവികൾ. പോളിഗാമി എന്ന് പറയുന്നത് ഒരുപാട് ഇണകളിൽ നിൽക്കുന്ന ജീവികൾ. മനുഷ്യൻ ഒരിക്കലും ഒരു ഇണയിൽ നിൽക്കില്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിലും നമ്മുടെ സമൂഹവും ബന്ധനങ്ങളും കെട്ടുപാടുകളും ഒക്കെ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മനുഷ്യനൊരു ത്വരയുണ്ട് എപ്പോഴും. ധന്യ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, കട്ട് തിന്നുക എന്നൊരു കാര്യമുണ്ട്. അതായത് സ്വന്തം കല്യാണം കഴിച്ച് നിൽക്കുന്ന ഒരു ഭാര്യ തൻ്റേതായി കഴിഞ്ഞതിന് ശേഷം തൻ്റേതല്ലാത്ത ഒരു വസ്തുവിനെ സ്വന്തമാക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്നൊരു സുഖം, മറ്റുള്ളവൻ്റെ ജീവിതത്തിലെ കാര്യം അറിയാൻ കിട്ടുന്ന ത്വര, സീരിയലുകൾ കാണുമ്പോഴും ഈ പറയുന്ന മറ്റൊരാളെ പറ്റിയ എന്തെങ്കിലും ചർച്ചകൾ ചെയ്യുമ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷം, ഇതൊക്കെ ഒരേ ലെവലിൽ കൂട്ടേണ്ടതാണ്. ഇതെല്ലാം ഇങ്ങനെയാണ് ഒരു മനുഷ്യന് ഉണ്ടാവുന്നത്. പിന്നെ ഏറ്റവും അടിസ്ഥാനപരമായി പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ ശിഥിലമായ അവസ്ഥയിലേക്ക് പോവുകയും കുടുംബത്തെ തകർക്കുകയും ഒരു നല്ല ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ആളാണെങ്കിലോ ഈ പറയുന്ന 2 ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നെങ്കിൽ ആ മക്കളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. നമ്മൾ വേറൊരു കാര്യം കൂടി തന്നെ ഇതിൽ ആലോചിക്കേണ്ടതുണ്ട്. വിദേശ സംസ്കാരത്തിൻ്റെ പല സംഗതികളും നമ്മൾ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നന്നായിട്ട് നമ്മൾ ആനന്ദം കണ്ടെത്തുന്ന, നന്നായി ശാസ്ത്രത്തിൻ്റെ വികസനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന, വിദേശ രാജ്യങ്ങളിലെ പോലെ നമ്മൾ ഇവിടെയും ആകണമെന്ന് പറയുന്ന ആൾക്കാരാണ് മുമ്പിൽ. വിദേശ രാജ്യത്തെ മുഴുവൻ സംസ്കാരങ്ങളും ഇങ്ങോട്ട് പിന്നെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സംസ്കാരത്തിന് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയേണ്ടി വരും. ഒന്ന്, ഇനി അതല്ല ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു സംസ്കാരം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ചില ആളുകൾക്ക് വിദേശ രാജ്യത്തെ ബാക്കിയെല്ലാം പറ്റും, ഇത് പറ്റില്ല. ഇനി ചില ആളുകൾക്ക് പിന്നെ ഇന്ത്യയുടെ ഇത്തരം കുടുംബ ബന്ധങ്ങൾ പറ്റില്ല, അത് അല്ലെങ്കിൽ അതൊരു മോശം കാര്യമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്ത് തന്നെയായാലും ഇതിനെയൊക്കെ ഒരു സൈക്കോളജിക്കലി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഒരു കുടുംബത്തെ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു വലിയ സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്.